ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എൻ്റെ ഒരു വെക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വ്ളോഗിൽ. അപ്പോൾ ചാനൽ ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യൂ കേട്ടോ. രാവിലെ എണീറ്റ് ആ സ്പോട്ടിൽ ചാർജറൊക്കെ ഊരി അത് മടക്കി വെച്ച് നേരെ ഞാൻ പോയി ഫ്രഷായി. കാരണം വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് എൻ്റെ അലങ്കോല ലുക്ക് നിങ്ങൾ കാണേണ്ട വെച്ചിട്ട് ഞാൻ ആദ്യം ഫ്രഷ് ആവൽ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ നിന്നത്. രാവിലെ താഴത്തേക്ക് ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ നല്ല ചിക്കനൊക്കെ ഫ്രഷായി ക്ലീൻ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അത് കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും പപ്പ കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ മമ്മ കുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിക്കാമെന്നുള്ള ഒറ്റ ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷനൊക്കെ അല്ലേ, ഇവിടെ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള എല്ലാ സാധനങ്ങളും കൂടെ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചെറിയ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ ഉണ്ടാവുള്ളൂ. എനിക്കല്ല കേട്ടോ, മമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കയറിയതുകൊണ്ട് മമ്മ പറഞ്ഞ് എന്തായാലും ഒന്ന് ഇളക്കി കൊടുത്തേക്ക് എന്നുള്ളത്. ഉപ്പേരിയൊക്കെ രാവിലെ തന്നെ വെച്ചേക്കും. അമ്മ കുക്കറിലേക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഞാൻ കൊലയിൽ പോയിട്ട് നമ്മൾ ചെടികൾ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാമെന്നുള്ളത്. വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഫ്രീ ടൈമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ബോറടിക്കുന്ന ടൈമിൽ മമ്മൻ്റെ ഫോണിൽ പൂൾ ബില്ലിയാർഡ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് ഞാൻ കളിക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന പരിപാടി. ഉമ്മ എന്നെ ചിക്കനൊന്നും കഴിക്കൂല, ആളെ ഹെൽത്ത് കണ്ടീഷൻ ഇച്ചിരി മോശമാണ്, ഫുഡൊന്നും തീരെ കഴിക്കൂല. അപ്പോൾ എന്തേലും ഒന്ന് കൊടുത്തു നോക്കാമെന്ന് വിചാരിക്കാം. ചെടികളെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുന്ന സമയത്തേക്ക് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് മമ്മ അങ്ങനെ ആ ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ രാവിലെ ചിക്കൻ കറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വിശപ്പില്ല വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ പറന്നെത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എൻ്റെ മമ്മ വെക്കുന്ന എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മമ്മനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുക അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, മമ്മ ഉണ്ടാക്കിയ എന്ത് ഫുഡാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണെന്നുള്ള. ഞാൻ കോളേജിൽ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ഡിയറസ്റ്റ് വൺ അൽഫോൺസ് ചേച്ചിൻ്റെ പറയാറുണ്ട് നല്ല ടേസ്റ്റ് ആയിടാന്ന് എൻ്റെ മമ്മ വയ്ക്കുന്ന ഫുഡൊക്കെ എന്നുള്ളത്. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് നോർമലി ഒരു സാധനം വല്ലാണ്ട് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. ട്രൈ ചെയ്ത് നോക്കും എന്നല്ലാണ്ട് മമ്മൻ്റെ അത്ര ടേസ്റ്റൊന്നും എനിക്ക് വരില്ല. ഫുഡൊന്നും ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ തന്നെ അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ആ ടേസ്റ്റൊന്നും ഞാൻ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്ന ഐറ്റത്തിനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സാരം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കുറേ നേരം വെറുതെ ഇരിക്കുന്നു, പിന്നെ വീണ്ടും ഫുഡ് കഴിക്കാനിരിക്കുന്നു. എല്ലാ ഡേയ്സും ഇതുപോലെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു ഡേ, അതായത് വെക്കേഷനിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോയിലൂടെ. ഞാൻ നിസ്കരിക്കാൻ പോകുന്ന ടൈമൊക്കെ ആക്ച്വലി ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. അത് നമ്മുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളാണല്ലോ, ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ടോ കാര്യങ്ങളോ എടുക്കരുത്. 2 ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അമ്മ ഒരു ഈവനിങ് ആവുന്ന സമയത്ത് ഞാൻ ബ്രെഡ് വാട്ടട്ടെ, ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളാം, അമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഏതൊക്കെയാണെന്നുള്ളത് എന്നുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ നീ ട്രൈ ചെയ്തോ മോളെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം, എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാമെന്നുള്ളത്. അമ്മ പറഞ്ഞു ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, അപ്പോഴേക്ക് മോളെന്നാൽ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ പുറത്ത് പോയതല്ലേ കട്ട് ചെയ്യാൻ പറഞ്ഞതും. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇതിനൊക്കെ ആവശ്യമുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുക്ക് ചെയ്യാൻ അറിയുന്ന ആളൊന്നുമല്ല, ബട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക്. പപ്പ എന്തായാലും പുറത്ത് പോയതാണ്, വരുന്ന സമയത്തേക്ക് പപ്പക്കാണെങ്കിലും എല്ലാവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് തുടങ്ങി. അമ്മ പറഞ്ഞു ഓക്കെ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു, കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തു. അതിന് ശേഷം പിന്നെ ചടുപടി എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. മമ്മ പറഞ്ഞു പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും, ബിഗിനേഴ്സിനൊക്കെ അത്യാവശ്യം കയ്യിൽ നിന്നൊക്കെ പാളിച്ച വരും, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് ആരും ഇൻഫ്ലുവൻസ് ആയിട്ട് എന്നെ പറയരുത് അവളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് എൻ്റെ കൈ പൊള്ളിയെന്ന്. ഞാൻ തന്നെ ഒരു ബിഗിനറാണ്. സംഭവം കൊള്ളായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പാളിച്ചൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതൊരു വമ്പൻ ഫ്ലോപ്പ് പരിപാടിയായിരുന്നു. അത് ആലോചിക്കുമ്പോഴേ എനിക്കൊരു തരത്തിലുള്ള ട്രോമയാണ് ഞാൻ ഉണ്ടാക്കി ഇത്ര പാളിപ്പോയോ എന്നുള്ളത്. അതോടുകൂടി എനിക്ക് ആ ഒരു ഫുഡ് ഐറ്റത്തിനോട് ഭയങ്കര ചടപ്പും വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. അമ്മ ആണെങ്കിലും ഉമ്മ ആണെങ്കിലും പപ്പ ആണെങ്കിലൊക്കെ നല്ല റെസ്പോൺസാട്ടോ ബ്രെഡ് ഉണ്ടാക്കിയതിന് തന്നത്. പിന്നെ ഒരു 8 o'clock വരെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൺലൈനിൽ, അത് കഴിഞ്ഞു. രാത്രിത്തെ ഫുഡും കഴിഞ്ഞു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.